വീണ്ടും ഒരു വിവാദ പ്രസ്താവനയുമായി എത്തുകയാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. അസമിൽ ഹിന്ദു ദമ്പതികൾ ഒന്നിലധികം കുട്ടികൾക്ക് ജന്മം നൽകണം എന്നായിരുന്നു ഇത്തവണ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ ആവശ്യം. മതന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിലെ ജനനനിരക്കുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഹിന്ദു വിഭാഗങ്ങൾക്കിടയിലെ ജനനനിരക്ക് കുറവാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ പ്രസ്താവന. മതന്യൂനപക്ഷ ആധിപത്യമുള്ള പ്രദേശങ്ങളിൽ ജനനനിരക്ക് അനുപാതം കൂടുതലാണ്, ഹിന്ദുക്കളിൽ ജനനനിരക്ക് അനുപാതം കുറയുന്നു. ഇതിൽ ഒരു വ്യത്യാസമുണ്ടെന്നായിരുന്നു മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മയുടെ പ്രതികരണം. ഹിന്ദു കുടുംബങ്ങൾ കൂടുതൽ കുട്ടികൾക്ക് ജന്മം നൽകണമെന്ന അഭ്യർത്ഥനയ്ക്ക് പിന്നിൽ ഇതാണെന്നും അസം മുഖ്യമന്ത്രി വ്യക്തമാക്കി. 3 കുട്ടികൾക്കെങ്കിലും ജന്മം നൽകാൻ കഴിയുന്നവർ ഒരു കുട്ടിയിൽ നിർത്തരുതെന്നും കുറഞ്ഞത് 2 കുട്ടികൾക്കെങ്കിലും ജന്മം നൽകണമെന്നും ഞങ്ങൾ ഹിന്ദുക്കളോട് ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ്. അതേസമയം മുസ്ലിങ്ങളോട് 7 മുതൽ 8 വരെ കുട്ടികൾക്ക് ജന്മം നൽകരുതെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. എന്നാൽ ഹിന്ദുക്കളോട് കൂടുതൽ കുട്ടികൾക്ക് ജന്മം നൽകാൻ ഞങ്ങൾ ആവശ്യപ്പെടും, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ വീട് നോക്കാൻ ആരും ഉണ്ടാകില്ല എന്നും ഹിമന്ത ബിശ്വ ശർമ്മ പറയുന്നു. 48 നിയമസഭാ സീറ്റുകൾ മുസ്ലിങ്ങൾക്ക് സംവരണം ചെയ്യണമെന്ന കോൺഗ്രസ് വക്താവിന്റെ ആവശ്യത്തെക്കുറിച്ചും മുഖ്യമന്ത്രി പ്രതികരിച്ചിരുന്നു. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും പരിഗണിക്കാതെ അസമീസ് ജനതയ്ക്ക് സീറ്റ് സംവരണം ചെയ്യണമെന്ന് BJP ആവശ്യപ്പെടുന്നു. എന്നാൽ കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് സീറ്റ് സംവരണം ആവശ്യപ്പെടുന്നു എന്നായിരുന്നു ഹിമന്ത ബിശ്വ ശർമ്മയുടെ പ്രതികരണം. നേരത്തെ അസമിലെ ജനസംഖ്യാ പ്രവണതകളെക്കുറിച്ച് അസം മുഖ്യമന്ത്രി സംസാരിച്ചിരുന്നു. 2027 സെൻസസിൽ ബംഗ്ലാദേശ് വംശജരായ മിയ മുസ്ലിങ്ങളുടെ ജനസംഖ്യ 40% എത്തുമെന്നായിരുന്നു ഹിമന്തയുടെ പ്രസ്താവന. താൻ ഓൾ അസം സ്റ്റുഡൻസ് യൂണിയനിലുള്ള രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചപ്പോൾ അവരുടെ ജനസംഖ്യ 21% മാത്രമായിരുന്നുവെന്നും 2011 സെൻസസിൽ അത് 31% ഉയർന്നതായും ഹിമന്ത ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ അസമീസ് ജനതയുടെ ജനസംഖ്യ 35% താഴെയാകുന്ന ദിവസങ്ങൾ വിദൂരമല്ല എന്നും അദ്ദേഹം പറഞ്ഞു. വടക്ക് കിഴക്കൻ ഇന്ത്യയെ വിച്ഛേദിച്ച് ബംഗ്ലാദേശുമായി കൂട്ടിച്ചേർക്കണമെന്ന് ബംഗ്ലാദേശ് പലപ്പോഴും പറയാറുണ്ട്. വടക്ക് കിഴക്കൻ ഇന്ത്യ പിടിച്ചെടുക്കാൻ അവർക്ക് നമ്മളോട് യുദ്ധം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവരുടെ ജനസംഖ്യ 50% കവിഞ്ഞാൽ അത് യാന്ത്രികമായി അവരുടെ കൈകളിലെത്തും എന്ന വിവാദ പരാമർശവും ഹിമന്ത നടത്തിയിരുന്നു. ലവ് ജിഹാദ് മുതൽ ലാൻഡ് ജിഹാദ് വരെ നമുക്ക് നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു. അതേപോലെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ ഭ്രാന്തനായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കണമെന്ന് അസം മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ഈ കഴിഞ്ഞ നവംബറിൽ ബീഹാറിലെ തന്റെ ഇലക്ഷൻ പ്രചാരണ വേളയിലായിരുന്നു ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഈ പ്രസ്താവന ഉണ്ടായത്. രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ ശത്രുവാണെന്നും ഇന്ത്യയുടെ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്താൻ രാജ്യത്തിന്റെ ശത്രുക്കൾ രാഹുൽ ഗാന്ധിയെ ആയുധമാക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. 2026 കേരളത്തിൽ BJP അധികാരത്തിലെത്തുമെന്നും CPM-ഉം കോൺഗ്രസും കേരളത്തിൽ പരസ്പരം മത്സരിക്കുന്നത് ഒരു നാടകമാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ NDA സ്ഥാനാർത്ഥി K. സുരേന്ദ്രന്റെ പ്രചാരണത്തിനായി വണ്ടൂരിൽ നടന്ന റോഡ് ഷോയിൽ സംസാരിക്കുമ്പോഴാണ് ശർമ്മ ഇത് പറഞ്ഞത്. 2016 മുമ്പ് അസമിൽ BJP സർക്കാർ വരുമെന്ന് ആരും പറയില്ലായിരുന്നു. 36% മുസ്ലിം സമുദായമുള്ള സ്ഥലമാണ് അസം. അവിടെ 2 തവണ BJP അധികാരത്തിൽ വന്നു, അതും 100-ൽ അധികം സീറ്റുമായി. അതുകൊണ്ട് കേരളത്തിലും BJP ഭരിക്കുന്ന നാളുകൾ ഉടനെ വരുമെന്നാണ് ഹിമന്ത പറഞ്ഞത്.